നമസ്കാരം. അസമിലെ കർബി ആംഗ്ലോങ്ങിൽ തകർന്നു വീണ സുഖോയ് 30 MKI യുദ്ധവിമാനത്തിലെ 2 പൈലറ്റുമാരും കൊല്ലപ്പെട്ടതായി ഇന്ത്യൻ വ്യോമസേന ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. സ്ക്വാഡ്രൺ ലീഡർ അനൂജ്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് പൂവേഷ് ദുരഗ്കർ എന്നിവരാണ് അപകടത്തിൽ മരിച്ചതെന്നും വ്യോമസേന അറിയിച്ചിട്ടുണ്ട്. പൈലറ്റുമാരുടെ വിയോഗത്തിൽ സേന അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തു. ഇന്നലെ വൈകിട്ട് 7:42 ജോഹട്ട് വ്യോമത്താവളത്തിൽ നിന്നും പറന്നുയർന്ന വിമാനവുമായുള്ള റഡാർ ബന്ധം നഷ്ടപ്പെടുകയായിരുന്നു. തുടർന്ന് നടത്തിയ തീവ്രമായ തെരച്ചിലിനൊടുവിലാണ് ജോഹട്ടിൽ നിന്നും 60 കിലോമീറ്റർ അകലെയുള്ള വനമേഖലയിൽ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. വിമാനം പൂർണ്ണമായും കത്തിനശിച്ച നിലയിലായിരുന്നു. മലയോര മേഖലയിലെ മോശം കാലാവസ്ഥയും ദുർഘടമായ ഭൂപ്രകൃതിയും തെരച്ചിലിന് തടസ്സമായെങ്കിലും സൈന്യവും പോലീസും ചേർന്ന് നടത്തിയ ദൗത്യത്തിലൂടെയാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. റഷ്യൻ നിർമ്മിത സുഖോയ് വിമാനം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ലൈസൻസോടെയാണ് നിർമ്മിക്കുന്നത്. പരിശീലന പറക്കലിനിടെയുണ്ടായ ഈ വലിയ അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ വ്യോമസേന ഉന്നതതല അന്വേഷണത്തിനും ഉത്തരവിട്ടു. വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തുന്നതോടെ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങളും ലഭ്യമാകും. സുഖോയ് 30 MKI യുദ്ധവിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. പൂർണ്ണമായും കത്തിനശിച്ച നിലയിലാണ് വിമാനഭാഗങ്ങൾ കണ്ടെത്തിയത്. അസമിലെ ജോഹട്ട് വ്യോമത്താവളത്തിൽ നിന്നും പരിശീലന പറക്കലിനായി പുറപ്പെട്ട വിമാനവുമായുള്ള ബന്ധം ഇന്നലെ വൈകിട്ട് 7:45 നഷ്ടപ്പെട്ടത്. ജോഹട്ടിൽ നിന്നും ഏകദേശം 60 കിലോമീറ്റർ അകലെയുള്ള കർബി ആംഗ്ലോങ് എന്ന മലയോര മേഖലയിലാണ് വിമാനം തകർന്നു വീണതെന്ന് വ്യോമസേന പ്രസ്താവനയിലൂടെ സ്ഥിരീകരിക്കുന്നുണ്ട്. വിമാനം പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ തന്നെ റഡാറുകളിൽ നിന്നും അപ്രത്യക്ഷമാവുകയായിരുന്നു. റഷ്യൻ സാങ്കേതിക വിദ്യയിൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് നിർമ്മിച്ച 2 സീറ്റുകളുള്ള മൾട്ടി റോൾ ലോങ് റേഞ്ച് യുദ്ധവിമാനമാണ് സുഖോയ് 30 MKI. നിലവിൽ ഇന്ത്യൻ വ്യോമസേനയുടെ പക്കൽ 260-ലധികം സുഖോയ് വിമാനങ്ങളുണ്ട്. അപകടത്തിന്റെ കൃത്യമായ കാരണം കണ്ടെത്താൻ വ്യോമസേന അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. തെരച്ചിലിനായി അത്യാധുനിക സംവിധാനങ്ങളും ഹെലികോപ്റ്ററുകളും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായ സുഖോയ് 30 MKI വിമാനം തകർന്നതും 2 യുവ ഉദ്യോഗസ്ഥരുടെ ജീവൻ നഷ്ടപ്പെട്ടതും രാജ്യത്തിന് നികത്താനാവാത്ത വലിയ നഷ്ടമാണ്. അതിർത്തി സുരക്ഷയിലും വ്യോമ പ്രതിരോധത്തിലും നിർണായക പങ്ക് വഹിക്കുന്ന ഇത്തരം അത്യാധുനിക യുദ്ധവിമാനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഗൗരവകരമായ ആശങ്കകൾ ഉയർത്തുന്നു. രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്നതിനിടയിൽ വീരമൃത്യു വരിച്ച സ്ക്വാഡ്രൺ ലീഡർ അനുജിന്റെയും ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് പൂവേഷ് ദുരഗ്കറയുടെയും ത്യാഗം ഏറെ ആദരവോടെയാണ് രാജ്യം സ്മരിക്കുന്നത്. നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഉന്നതതല അന്വേഷണത്തിലൂടെ മാത്രമേ അപകടത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാവൂ. സാങ്കേതിക തകരാറാണോ അതോ മോശം കാലാവസ്ഥയാണോ മറ്റേതെങ്കിലും തരത്തിലുള്ള അട്ടിമറികളാണോ ദുരന്തത്തിലേക്ക് നയിച്ചതെന്ന് കണ്ടെത്തേണ്ടത് വരുംകാല സുരക്ഷാ മുൻകരുതലുകൾക്ക് അനിവാര്യമാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന സുഖോയ് വിമാനങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ വീണ്ടും വിലയിരുത്താനും ഇത്തരം വീഴ്ചകൾ ഭാവിയിൽ ഒഴിവാക്കാനും ഈ അന്വേഷണം സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ദുർഘടമായ ഭൂപ്രകൃതിയും പ്രതികൂല സാഹചര്യങ്ങളും വകവയ്ക്കാതെ തെരച്ചിൽ നടത്തിയ സൈന്യത്തിന്റെയും പോലീസിന്റെയും പ്രവർത്തനം പ്രശംസനീയമാണ്. ബ്ലാക്ക് ബോക്സ് ഉൾപ്പെടെയുള്ള തെളിവുകൾ കണ്ടെത്തുന്നതോടെ അപകടത്തെക്കുറിച്ചുള്ള ദുരൂഹതകൾ നീങ്ങുമെന്നാണ് വ്യോമസേനയുടെ വിശ്വാസം. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ ദുഃഖത്തിൽ രാജ്യം മുഴുവൻ പങ്കുചേരുന്നതിനോടൊപ്പം വ്യോമസേനയുടെ കരുത്തും ജാഗ്രതയും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കേണ്ടതും അനിവാര്യമാണ്.